നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അഖിൽ സാറിനെ ഞങ്ങൾക്ക് അറിയാം കേട്ടോ. ആഹാ, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത്രയ്ക്ക് സ്മാർട്ടായ ഒരാളെ ആരാ ശ്രദ്ധിക്കാതിരിക്കുന്നത്? മോളെ ആ എന്താ ഒന്നിങ്ങി വന്നേ. എന്താ വല്ല കുഴപ്പമുണ്ടോ? ഹേയ്, ഒന്നുമില്ല. അഖിൽ സാറിന്റെ അമ്മ വന്നിരിക്കുന്നു. അഖിലിന്റെ അമ്മ വന്നോ? എന്നിട്ട് വസുന്ധരമ്മ എന്താ ഇങ്ങോട്ട് വരാത്തെ? അതെ, ഓഡിറ്റോറിയത്തിലേക്ക് കയറുന്നില്ല, പുറത്ത് കാറിലിരിക്കുക. അയ്യോ, അതെന്ത് പറ്റി? അഖിൽ സാറിന്റെയും നക്ഷത്രയുടെയും ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി വീട്ടിലൊരു ഹോമം നടക്കുന്നുണ്ട്. ഇവിടെ താലികെട്ട് നടക്കുന്ന സമയത്ത് അവിടെ ഹോമം നടക്കണോത്രേ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പൂജയിൽ പങ്കെടുക്കണമെന്ന്. ഓരോരോ വിശ്വാസങ്ങളെ. അവരിത്ര അന്ധവിശ്വാസിയായത് എനിക്ക് ഗുണം ചെയ്യും അല്ലേ തമ്പിച്ചേട്ടൻ? എല്ലാം നക്ഷത്രയുടെ ഗുണത്തിനാ. ഇപ്പൊ വന്നതും അതിന് തന്നെയാ. എന്താ കാര്യം? പരമ്പരാഗതമായി കിട്ടിയ ആഭരണങ്ങളിൽ എന്തോ ഒന്ന് കയ്യിലിരിക്കുന്നു. അത് മോളെ ഏൽപ്പിക്കാനാ വന്നത്. ആണോ? അതെന്തായാലും നന്നായി. സ്വർണത്തിന് കുതിച്ചു കയറല്ലേ വില. എത്ര പവനുണ്ടാവും തമ്പിച്ചേട്ടൻ? അതെനിക്കറിയില്ല. തമ്പിച്ചേട്ടന് ഇങ്ങോട്ടത് മേടിച്ചോണ്ട് വന്ന പോരായിരുന്നോ? അതിന് എന്റെ കയ്യിൽ തന്നിട്ട് വേണ്ടേ? നേരിട്ട് തന്ന് അനുഗ്രഹിക്കണമെന്ന് പറയുന്നു. ഹോമം നടത്താതെ വിവാഹ സ്ഥലത്ത് വരുന്നത് നിഷിദ്ധമാവുമെന്ന് തന്ത്രി പറഞ്ഞു. അതാ അങ്ങോട്ട് വിളിപ്പിക്കുന്നത്. അല്ല, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നിന്ന് പറയാം. എന്ത് ബുദ്ധിമുട്ട്? കിട്ടുന്നതൊക്കെ വാങ്ങിച്ചെടുക്കാമല്ലേ? ഞാൻ താവായിരുന്നു. ഈ താലികെട്ട് കഴിയുന്നത് വരെ ഒരു ടെൻഷനാ. ഈ ഓഡിറ്റോറിയത്തിൽ തന്നെ ജഗന്നാഥന്റെ ആൾക്കാരുണ്ടാകും. ഒന്ന് ശ്രദ്ധിച്ചോണേ തമ്പി. ഒരു കുഴപ്പമുണ്ടാവില്ല. ആ കാണുന്ന കാറില. അമ്മേ, അമ്മേ. ഉറക്കമാണെന്ന് തോന്നുന്നു. മോളകത്തേക്കല്ലേ? അമ്മേ, മോളമ്മേന്ന് വിളിച്ചോളൂ. എനിക്ക് ആ വിളി ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളാരാ? എനിക്ക് മോളെ താനെന്നെ ചതിച്ചല്ലടോ. എടോ, കൊന്ന ഞാൻ. നമ്മുടെ ഓപ്പറേഷൻ എല്ലാം സക്സസ് ആണ്. നമ്മൾ പറഞ്ഞു ഏൽപ്പിച്ചതുപോലെ തന്നെ തമ്പി കാര്യങ്ങളെല്ലാം ചെയ്തു. അയാള് ചതിക്കുമെന്ന് ഒരു പേടിയുണ്ടായിരുന്നു. തമ്പി ചതിക്കാത്തത് എന്നോടുള്ള കൂറുകൊണ്ടൊന്നുമല്ല, എന്നെ പേടിച്ചിട്ടാ. ഞാൻ കൊല്ലുവോന്ന് പേടിച്ചിട്ടാ. എന്തായാലും കാര്യം നടന്നല്ലോ. അവരിപ്പോ നക്ഷത്രം കൊണ്ട് അങ്ങോട്ട് വരും. അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇനി ചന്ദ്രന്റെ ശ്രദ്ധ വേണ്ടത് മണ്ഡപത്തിലാ. അവിടെയാണ് യഥാർത്ഥ ട്വിസ്റ്റ് നടക്കേണ്ടത്. ഞാൻ ശ്രദ്ധിച്ചോളാം സാർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.